പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം. പർപ്പിൾ മീഡിയ ഇന്നുള്ളത് കൊല്ലം തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പുല്ലുച്ചിറയിലാണ്. ഭക്തജനങ്ങൾ വ്യാപകമായി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോടൊത്ത് സഹകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് മറിയം. അങ്ങനെ സഹായിക്കാൻ മറിയത്തിന് മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ പുതുപ്പിച്ച കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാകുന്നത്. മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പുല്ലുച്ചിറപ്പള്ളിയിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രം ജനങ്ങൾ നേർച്ചകളുമായി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കാരണം നിശബ്ദമായി യേശുവിനെ പിറുപിറുപ്പ് കൂടാതെ കാൽവരിയിലേക്ക് നടന്നെടുക്കുവാൻ മറിയം സഹായിച്ചുവെങ്കിൽ ഇനിയും മാറ്റം വരേണ്ടതുണ്ട് എങ്കിൽ നമ്മളൊന്നും മറിയത്തെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ്. മറിയത്തിന്റെ രൂപത്തിന്റെ മുന്നിൽ ആയിരിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും മറിയത്തെ കണ്ടെത്തിയെന്നായിട്ടില്ല. മറിയത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് മറിയത്തിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിനാണ്. മറിയത്തിൽ വിളങ്ങിയിരുന്ന ഏറ്റവും മഹാപുണ്യം എന്ന് പറയുന്നത് എളിമയുടെ പുണ്യമാണ്. അതുകൊണ്ടാണ് മറിയം പറയുക, തന്റെ ദാസിയുടെ താഴ്മയെ ദൈവം തൃക്കൺ പാർത്തു. കർത്താവിന്റെ കണ്ണിൽ പെട്ടത്, പിതാവായ ദൈവത്തിന്റെ കണ്ണിൽ പെട്ടത് മറിയത്തിന്റെ എളിമയാണ്. മറിയത്തിന്റെ എളിമ കർത്താവിന്റെ കണ്ണിൽ പെട്ടതുകൊണ്ട് അവിടുന്ന് അവളിൽ ജന്മം സ്വീകരിക്കുവാൻ തയ്യാറായി. ആ പുണ്യം നാം അഭ്യസിക്കുമ്പോഴാണ് ദൈവ സാന്നിധ്യം നമുക്ക്, മറിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. എളിമ, ലാളിത്യത്തിന്റെ ജീവിതശൈലി, ലാളിത്യത്തിന്റെ ജീവിതശൈലി, എളിമയുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ കർത്താവിന്റെ കണ്ണിൽ നമ്മളും പെടുന്നു. കർത്താവിന്റെ കണ്ണിൽ ഇനിയും ഞാൻ പെട്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇനിയും ഞാൻ എളിമപ്പെടേണ്ടതുണ്ട്. എളിമ എന്ന പുണ്യം ഞാൻ അഭ്യസിക്കേണ്ടതുണ്ട്. ഞാനൊന്നുമല്ല, അവനാണ് എന്നെക്കാളും വലുതെന്നും എന്നെക്കൊണ്ട് തനിയെ ഒന്നും ആവില്ല എന്നും അവന്റെ കൃപയും അനുഗ്രഹവും കൂടാതെ എന്നെക്കൊണ്ടൊന്നും ആവില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ അവനിൽ ആശ്രയിക്കുമ്പോൾ എൻ്റെ കുറവുകളിലും എൻ്റെ പരാധീനതകളിലും എൻ്റെ വീഴ്ചകളിലും നഷ്ടതയില്ലാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ എളിമയുള്ളവനാകുകയാണ്, ഞാൻ എളിമയുള്ളവളാകുകയാണ്. അങ്ങനെയുള്ളവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ, മറിയത്തിൻ്റെ സഹായത്തോടെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. മഹാനുവിശുദ്ധനുമായ ഫുൾട്ടൻജേഷി പിതാവ് ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഏകദേശം 30 പ്രാവശ്യമാണ് ലൂർദ് സന്ദർശിച്ചിരിക്കുന്നത്.
അദ്ദേഹത്തിന്റെ തിരുപ്പട്ടത്തിന്റെ 10ാം വാർഷികത്തിന് അദ്ദേഹത്തിന് ലൂർദിൽ പോകാൻ ആഗ്രഹമുണ്ടായി. പക്ഷെ സമ്പത്ത് ഇല്ലായിരുന്നു, പോയി വരുവാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. പർപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി റിപ്പോർട്ടർ ബൈജു പ്ലാക്ക. പക്ഷെ വണ്ടിക്ക്